ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. കാരണം കുറേ ദിവസം കൊണ്ടും ഭയങ്കര മൂഡ് ഔട്ടായിരുന്നു. അപ്പം ഇപ്പം കുറച്ച് എനർജി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നൊരു ഗോൾഡൻ പ്ലേ ബട്ടൺ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ കഴിവ് തെളിയിക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ്. അപ്പം ഞാൻ കുറേ ദിവസം കൊണ്ട് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ എല്ലാം കിട്ടണം, അല്ലെങ്കിൽ ഭയങ്കര മൂഡ് ഔട്ടാണ്. അപ്പം ഇന്നാണ് അതിൻ്റെ സാഹചര്യം ഒത്തു വന്നത്. അപ്പം ഞാൻ ഗോൾഡൻ പ്ലേ ബട്ടൺ ഉണ്ടാക്കാൻ പോവാണ്. അതിൻ്റെ സന്തോഷമാണ് ശരിക്കും. അപ്പം ഞാൻ ആദ്യം ഞാൻ എംബ്രോയ്ഡറി ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പം അതിന് വേണ്ടി ഞാനും അണ്ണനും കൂടെ പോയി നൂലൊക്കെ വാങ്ങിച്ചു കേട്ടോ, ആ ഒരു കളറ് കിട്ടാൻ വേണ്ടി. അതുപോലത്തെ കളറ്. അപ്പോൾ എംബ്രോയ്ഡറി ചെയ്യാമെന്ന് വെച്ചപ്പോൾ ഗോൾഡൻ പ്ലേ ബട്ടൺ അല്ലേ, അപ്പം അതെന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്ലോ ഒക്കെ വേണമെന്ന് തോന്നി. അപ്പം ഞാൻ വീണ്ടും ഒരു പ്ലാൻ മാറ്റി പ്ലാൻ ബിയിലോട്ട് പോയി. പ്ലാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഞാൻ ആരി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ സംഭവങ്ങൾ മുത്തും കാര്യങ്ങളൊക്കെ ഓൾറെഡി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഇത് കുറേ നാളുകൊണ്ട് ഇരിക്കുക. അപ്പോൾ ഇത് വെറുതെ ഇരിക്കല്ലേ എന്നത് ഞാൻ വിചാരിച്ച് മുത്ത് കൊണ്ടുണ്ടാക്കാം. അപ്പോൾ തൽക്കാലം നൂല് എന്തായാലും എംബ്രോയ്ഡറി ചെയ്യാൻ എനിക്ക് ആവശ്യമുണ്ട്, അപ്പോൾ വെറുതെ വേസ്റ്റ് ആകത്തില്ല. അപ്പം ഞാൻ ഫോണിൽ നോക്കിയപ്പം ഫോണിൽ കണ്ടോ, ഈ രണ്ട് സൈഡിലും ഈ നടുക്കത്തെ പ്ലേയിലും ഇപ്പുറത്തും സെയിം കളറും, ഈ നടുക്കത്തെ ആ യൂട്യൂബിൻ്റെ പോലത്തെ അവിടെ വേറെ കളറ്. അപ്പം രണ്ട് കളറാണ് വേണ്ടത്. അപ്പം ഞാൻ ജസ്റ്റ് വരച്ചൊക്കെ നോക്കി കേട്ടോ കളറ് വരുന്നതൊക്കെ. അപ്പോൾ ഇവിടെയും ഈ പ്ലേയിലും സെയിം കളറും, ഈ നടുക്കത്തെ വേറെ കളറുമാണ്. പിന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ എഴുതണമെന്നൊക്കെയാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ പ്ലാൻ പോലെ നടക്കുമായിരിക്കും. പിന്നെ കുറേ മുത്തുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ രണ്ട് ടൈപ്പ് മുത്ത് മതി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് മിക്സ് ആയിപ്പോയി. ഇതൊക്കെ എൻ്റെ കുറേ ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇത് തന്നെ എടുത്ത് നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിലുണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ മുത്തിലുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല എന്താ പറയുക, കുറച്ച് തിളക്കമൊക്കെ കിട്ടുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മുത്തിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഓക്കെ, ബൈൻഡിലാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. കണ്ട അതിൻ്റെ ബൈൻഡാണ് കേട്ടോ ഇത് ഞാൻ റിംഗ് ലൈറ്റ് വാങ്ങിച്ചതിൻ്റെ ബൈൻഡാണ്. അപ്പം നമുക്ക് ഈ ഒരു ഒറ്റ പോർഷൻ മതി. നമുക്ക് ആദ്യം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരൊറ്റ പോർഷൻ മതി. ഈ ഒരൊറ്റ പോർഷനിൽ വരുന്ന രീതിയിലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ബൈൻഡ് നമ്മൾ വെട്ടി എടുത്തിട്ടുണ്ടായിരുന്നു, ബാക്കിയാണ്. അപ്പോൾ റിംഗ് ലൈറ്റിൻ്റെ ബൈൻഡാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഫുള്ള് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പ്ലേ ബട്ടണിൻ്റെ ഫോട്ടോ ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തേ കേട്ടോ. അപ്പോൾ ഇതാണ് പ്ലേ ബട്ടണിൻ്റെ ഫോട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിനകത്തൊന്ന് ചെറുതായിട്ട്, വലിയ കട്ടിയില്ല, അതൊന്ന് വരച്ച് എടുക്കാം. ചെറിയ പെൻസിൽ കൊണ്ടുവല്ലോ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഞാൻ വരച്ചെടുക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ ഗോൾഡൻ പ്ലേ ബട്ടൻ്റെ ഫുള്ള് വരച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് വരച്ച് ഞാൻ താഴത്തെ മിസ്റ്റേക്കായി, അത് കുഴപ്പമില്ല, അത് ഞാൻ തുടച്ചോണം. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഇനി നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാം. ഞാൻ എൻ്റെ പേരൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഒട്ടിച്ച് വരുമ്പോൾ റെഡി ആയിക്കോളും, മുത്തെല്ലാം ഒട്ടിക്കുമ്പം. അപ്പം ഞാൻ 1 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ടാട്ടോ ഇത് ചെയ്യാൻ. ഇതൊക്കെ ബാക്കി ഭാഗം കുറച്ച് ബോർഡറിന് വേണ്ടിയിട്ടൊക്കെ, ബോർഡർ ഇല്ല ശരിക്കും, പക്ഷെ നമ്മളിത് ജസ്റ്റ് ഉണ്ടാക്കല്ലേ, ക്രാഫ്റ്റ് ഉണ്ടാക്കല്ലേ, അപ്പം ബോർഡർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമുക്കിനകത്ത് മുത്തൊട്ടിച്ച് തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് തുടങ്ങാം കേട്ടോ, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മിസ്റ്റേക്ക് ആയാലും വരുമ്പോൾ അപ്പോൾ ഇവിടുന്ന് തുടങ്ങാം. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ ഗോൾഡൻ പ്ലേ ബട്ടൻ്റെ പണി തുടങ്ങി കേട്ടോ. ഞാൻ ആദ്യം സിൽവർ പ്ലേ ബട്ടൺ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നാണ് ഗോൾഡൻ പ്ലേ ബട്ടണിലോട്ട് പോയത് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം എംബ്രോയ്ഡറി ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എംബ്രോയ്ഡറി മാറ്റി ഈ മുത്തൊക്കെ കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ 1 ഇയർ ആയിട്ടിരിക്കുന്ന മുത്തുകളൊക്കെ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഇരിക്കല്ലേ, എന്നാൽ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ആ പ്ലേയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ആ പ്ലേ അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ മുത്തൊട്ടിച്ച് വരുമ്പോൾ ചിലപ്പോൾ പ്ലേയിൽ കറക്റ്റ് ആ പ്ലേ പോലെ കിട്ടത്തില്ല, നടുക്കത്തെ സംഭവം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് കംപ്ലീറ്റ് ചെയ്തത്. ഇനി നമ്മൾ പ്ലേയിലും യൂട്യൂബിൻ്റെ അല്ലാത്ത ബാക്കി ഭാഗത്തും ഒരേ ടൈപ്പ് മണിയും, നടുക്ക് ആ യൂട്യൂബിൻ്റെ ഇത് വരുന്നിടത്ത് കുഞ്ഞു മണിയാണ്. അപ്പം ഞാൻ ആ കുഞ്ഞു മണി ഞാൻ ആദ്യം വിചാരിച്ചത് ഭയങ്കര എളുപ്പമാണ് ഒട്ടിക്കാൻ, പെട്ടെന്ന് ഒട്ടിച്ചൊക്കെ എടുക്കാൻ. പക്ഷേ വെറുതെയാണ്, ഭയങ്കര പാടായിരുന്നു ഒട്ടിക്കാൻ. കാരണം ചെറിയ മണിയായതുകൊണ്ട് നല്ല സമയമെടുക്കും. പിന്നെ ഇത് എനിക്കങ്ങനെ കറക്റ്റ് വരാൻ വേണ്ടി ഞാൻ ഓരോന്നോരോന്നാണ് ഒട്ടിച്ചത്. മറ്റേ രീതിയിൽ ഒട്ടിക്കുമ്പം ചിലപ്പോൾ കറക്റ്റ് വരത്തില്ല, സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന പോലെ കിടക്കും. ഇത് നല്ല വൃത്തിയായിട്ട് വരണമെങ്കിൽ നമ്മൾ ഓരോന്നോരോന്ന് എടുത്ത് ഒട്ടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ബോർഡർ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ബോർഡർ കൊടുത്തിട്ട് നടുക്കായിട്ടില്ലെങ്കിൽ കുഞ്ഞു മണിയല്ലേ, അപ്പം ആ കറക്റ്റ് ഷേപ്പ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം യൂട്യൂബിൻ്റെ ബോർഡർ ആ വലിയ മണി കൊണ്ട് തന്നെ കറക്റ്റ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു കുഞ്ഞു മണി വെച്ചിട്ട് ബാക്കി സംഭവം ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പ പണിയല്ല ഇത്. ഈ വലിയ മണി ഒട്ടിക്കാൻ പിന്നെ എനിക്ക് തോന്നുന്നു വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് കാര്യം കഴിയും. പക്ഷെ ചെറിയ മണി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര സമയമെടുക്കും. പിന്നെ ഈ പശയെന്ന് പറയുന്നത് പെട്ടെന്ന് ഒട്ടുന്ന പശയാണ്.
സാധാ പോലത്തെ ഫെവിക്കോളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കും അതൊന്ന് ഒട്ടാൻ. ഇത് നമ്മൾ അങ്ങോട്ട് ഒഴിക്കുമ്പോഴേ അത് പെട്ടെന്ന്, ഒന്നാമത് ഫാനും ഇട്ട് കാറ്റും കൂടെ വരുന്ന കാരണം പെട്ടെന്ന് ഒട്ടും. ഇനി ബാക്കിയും കൂടെ ചെയ്യണം കേട്ടോ. ബാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഒട്ടിക്കുന്നത്. ഞാൻ ആദ്യം കൈ കൊണ്ട് ഒട്ടിച്ച കയ്യിലപ്പോൾ പശ പറ്റുന്നുണ്ട്. നമ്മളിങ്ങനെ മുത്ത് വയ്ക്കുമ്പോൾ പശ പറ്റിയപ്പോൾ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ബഡ്സ് നനച്ചിട്ട് അതിൻ്റെ അറ്റം നനച്ചിട്ട് അങ്ങനെ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. സമയം 3 മണിയായി. ഞാൻ രാവിലെ 10:30 തുടങ്ങിയതാണ്. ഇപ്പോൾ ഇത്രയേ ആയുള്ളൂ. ഇന്നലെ നമ്മൾ തോറ്റ് പിന്മാറാൻ തയ്യാറല്ല. നമ്മൾ വീണ്ടും ചെയ്യും. ഇത്രയും സെറ്റായുള്ളൂ. ഇനി ഇത്രയും ഭാഗവും പിന്നെ ഇത് ഫുൾ കവർ ചെയ്യണം. ഗൈസ് നമ്മുടെ മണിക്കൂറുകളുടെ പരിശ്രമമാണ് കേട്ടോ. ഇത്രയായി. ബാക്കി ഇനിയും ചെയ്യണം. രാവിലെ 10:30 തുടങ്ങിയത്. ഇപ്പോൾ സമയം 4 മണിയായി. 4 മണിയായപ്പോഴാണ് ഇത്രയും കംപ്ലീറ്റ് ആയത്. ഇനി ബാക്കി ചെയ്യാം. ഓക്കെ. ഇനി ഇതാ 3 മണി കൊടുക്കണ്ട. ഇത് ഇവിടെ ഫുള്ള് ഒട്ടിക്കണം. പിന്നെ ഇവിടെ പേര് യൂട്യൂബിൽ നിന്ന് എഴുതിയെടുത്തു. വൈറ്റ് വെള്ള മുത്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഇവിടെ ഇത് ഫില്ല് ചെയ്ത് തീർക്കണം. ഇവിടെ ഫുള്ള് നടുക്കുന്നുണ്ട്. പ്ലേയുടെ അവിടെ കണ്ടോ, നടുക്കും ഈ ഭാഗവും ഈ സെയിം മുത്തുകൊണ്ട്, ബാക്കി ഭാഗം ഈ കുഞ്ഞു മുത്തുകൊണ്ടാണ് ചെയ്തേക്കുന്നത്. ബാക്കി ഇനി ഈ ഭാഗമെല്ലാം ചെയ്യും. ഇനി നമ്മൾ അപ്പം അത്രയും ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി ഭാഗത്താണ് ഇനി ആ മുത്തൊട്ടിക്കാൻ പോകുന്നത്. പക്ഷേ മറ്റേ കുഞ്ഞു മുത്തൊട്ടിക്കുന്നതിൻ്റെ അത്രയും ബുദ്ധിമുട്ടില്ല കേട്ടോ ഈ മുത്തൊട്ടിക്കാൻ. കാരണം ഓരോന്നോരോന്ന് എടുത്ത് വെച്ച് നമുക്ക് അത്യാവശ്യം നമ്മുടെ കയ്യിൽ ഒതുങ്ങിയിരിക്കും. പക്ഷെ മറ്റേ മുത്തെന്ന് പറഞ്ഞാൽ വെറും പൊടി മുത്ത, അത് നമുക്ക് ഭയങ്കര പാടാണ് ഒട്ടിക്കാൻ. ഇതിപ്പോൾ വലിയ കുഴപ്പമില്ല. പെട്ടെന്ന് ഒട്ടിച്ച് നമുക്ക് പിന്നെ വേറെ ഇതൊന്നും ഇല്ലല്ലോ, ഫുൾ അതങ്ങ് കവർ ചെയ്താൽ മതി. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ 10:30 തുടങ്ങിയിട്ട് ഇപ്പോൾ സമയം 4:30 കഴിഞ്ഞു കേട്ടോ. ഞാൻ 7 ഇപ്പം എനിക്ക് കുളിക്കണം. നമ്മൾ 5-6 മണിക്കൂർ ആയിട്ട്, 6 മണിക്കൂറല്ല, ഉച്ചയ്ക്ക് ഞാൻ 1 മണിക്കൂർ എടുത്തായിരുന്നു. കാരണം അണ്ണൻ വന്നു ചോറുണ്ണാൻ. അപ്പം 1 മണിക്കൂർ പോയി. അപ്പം 5 മണിക്കൂറത്തെ വർക്കാണിത്. അപ്പോൾ ഇത് ഫുള്ളാക്കണം. ഇതേ നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടണിൻ്റെ പരിപാടി ഇത്രയായിട്ടുണ്ട്. അപ്പോൾ ബാക്കിനെ കുളിച്ചിട്ടൊക്കെ വന്നിട്ടേ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ബാക്കി ഇനി കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഇവിടെ എല്ലാം റെഡി ആക്കണം കേട്ടോ. അതുകൊണ്ട് ഇവിടെ എഴുത്തൊക്കെ ഞാൻ സിൽവർ മുത്തും കൊണ്ട് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കത്തിക്കൊക്കെ കഴിഞ്ഞ് പിന്നെ അണ്ണൻ വന്ന് എല്ലാം കഴിഞ്ഞ് 11:15 കേട്ടോ രാത്രി ചെയ്യാനിരുന്നപ്പം. അപ്പോൾ ഞാൻ വിചാരിച്ചു, രാത്രി സാധാരണ ഞാൻ അങ്ങനെ ഇരിക്കുന്നതല്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് മൂടുണ്ടായിരുന്നു ചെയ്യാൻ. അപ്പം മുത്തങ്ങ് തീർന്നു പോയി. പിന്നെ മുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഞാനും അണ്ണനോട് പുറത്ത് പോയി മുത്തും കൂടെ വാങ്ങിച്ചു കേട്ടോ. മുത്ത് വാങ്ങിച്ചിട്ടാണ് ബാക്കി കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. അത്രയും ഇത്രയും ചെയ്യാൻ പറ്റി. എനിക്ക് ഉറക്കം വരുന്നവരെ ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത്രയും മുത്തും കൂടെ ഉള്ളു. അപ്പം അതും കൂടെ ചെയ്ത് എത്രയും കംപ്ലീറ്റ് ആവുന്നോ അത്രയും കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. വെറുതെ സമയം കളയണ്ടല്ലോ, മാക്സിമം വേഗത്തിൽ അത് ചെയ്ത് തീർക്കണം എന്നുണ്ട് എനിക്ക്. ഗോൾഡൻ പ്ലേ ബട്ടൻ്റെ വർക്ക് ഇത്രയായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇന്നലെ എഴുതിയത്, സൺഡേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഇപ്പോൾ ബാക്കി അപ്പോഴത്തേക്കും ബീഡ്സ് നമ്മുടെ തീർന്നു പോയി. പിന്നെ പണ്ട് വന്നപ്പോൾ വാങ്ങിച്ചെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അതുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ബാക്കി ചെയ്യേണ്ടത് അത് തികയോന്ന് അറിയാൻ വയ്യ, നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ ഗോൾഡൻ പ്ലേ ബട്ടൻ്റെ വർക്ക് തുടങ്ങിയിട്ട് ഇനി 7ാമത്തെ ദിവസമാണ്. അപ്പോൾ അതിൻ്റെ എന്തായി അതിൻ്റെ ഇതറിയണ്ടേ, എത്രയായി ചെയ്തിട്ട് എത്രയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വർക്ക് ഇത്രയായി കേട്ടോ. ഇവിടെ ഇത്രയും ഭാഗവും കൂടെ ചെയ്യണം. പിന്നെ ഇവിടെ ശ്രുതീസ് വ്ളോഗ്സ് എന്ന് എഴുതണം. പിന്നെ ഇവിടെ യൂട്യൂബിൻ്റെ ഒരു സിമ്പലും ആ ഗോൾഡൻ പ്ലേ ബട്ടൺ കാണുന്നവർക്ക് അറിയാൻ പറ്റും, അതും കൂടെ ചെയ്യണം. ഇന്ന് ഫുൾ കംപ്ലീറ്റ് ചെയ്യണം. 7ാമത്തെ ദിവസമാണ് ഇന്ന്. എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. കുറേ ദിവസമായിട്ട് ഇതിൻ്റെ പുറകെ കേട്ടോ. ഇപ്പം ഇത്രയും ദിവസം എടുത്തെന്ന് പറഞ്ഞാൽ ചില ദിവസം മുത്തങ്ങ് തീർന്നു പോവും. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഇത്രയും സമയം എടുത്തത്. അപ്പോൾ ഗായ്സ് ഇന്ന് 7th ഡേ ആയി. അതായത് കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ തുടങ്ങിയാണ്. ഇന്ന് വെള്ളിയായി. അപ്പം ഇന്ന് ഈ ഇടയ്ക്കിടയ്ക്ക് ഇത്രയും ലേറ്റ് ആവുന്ന മെയിനായിട്ട് ഈ ഇടയ്ക്കിടയ്ക്ക് മുത്തങ്ങ് തീരും. അപ്പം ഞാൻ കുറേശ്ശെ ഒരു 100 ഗ്രാം വെച്ചിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പം ഞാൻ 100 ഗ്രാം വാങ്ങിക്കുമ്പോഴത്തേക്കും ഈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് മുത്തങ്ങ് തീരും. നമ്മളിങ്ങനെ കാണുമ്പോൾ ചെറുതാണെങ്കിലും നല്ല പോലെ വേണം. നമ്മൾ അത്രയും വിചാരിച്ചില്ല വേണമെന്ന്. പിന്നെ അതുകൊണ്ടാണ് ഈ താമസിക്കുന്നത്. ഞാൻ ഓരോ ദിവസം കുറച്ച് ചെയ്യും. അപ്പോൾ മുത്ത് തീരും. പിന്നെ രാത്രി ഞാൻ ആദ്യത്തെ ആ ദിവസം മാത്രമേ ഉള്ളൂ രാത്രി ചെയ്തത്. ബാക്കി ദിവസങ്ങളിലൊന്നും രാത്രി ഞാൻ ചെയ്യാറേ ഇല്ല. പകലിരുന്ന് ചെയ്യുന്നേ ഉള്ളൂ.
അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഇത്രയും ദിവസം എടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ അത്രയുടെ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ മേളിലത്തെ ആ സിൽവർ മുത്തും കൊണ്ട് ശ്രുതീസ് വ്ലോഗ്സ് എന്നും യൂട്യൂബൊന്നും എഴുതണം. അത്രയും കൂടെ ഉള്ളൂ പണി. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ചെറിയ പണിയാണ്, പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ചെറിയൊരു പണിയല്ല കേട്ടോ. നല്ല സമയം എടുക്കും. ഇനി ഇടയ്ക്കിടയ്ക്ക് ഈ പശയങ്ങ് ഒട്ടും, കയ്യിലും ഒട്ടും, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ഇത് പെട്ടെന്ന് ഒട്ടുന്ന പശയാണ്. അപ്പം മുത്ത് പിന്നെ ചില മുത്താണെങ്കിൽ ഇളകിയതാണ്, ആ സിൽവർ ഗോൾഡൻ സാധനത്തിൽ നിന്ന് ഇത് ഇളകി പോകുന്നതുകൊണ്ട് പിന്നെ അത് ഒട്ടിച്ചിട്ട് അത് അതിനകത്തോട്ട് ഒട്ടിക്കണം. അങ്ങനെ കുറേ പണിയുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ വിചാരിച്ചു പെട്ടെന്ന്, ഞാൻ ആദ്യം ഇത് ചെയ്ത് തുടങ്ങിയപ്പോൾ വിചാരിച്ചത് അയ്യോ പെട്ടെന്ന് തീരും, കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തീരും. പക്ഷെ അങ്ങനെയല്ല, അത് കുറച്ച് പാടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പം ഇനി അത്രയും കൂടെ ആ ഒരു 30% കൂടെ കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. അതും കൂടെ കംപ്ലീറ്റ് ആയാൽ നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ കംപ്ലീറ്റ് ആവും കേട്ടോ. ഗോൾഡൻ പ്ലേ ബട്ടൺ ഇന്ന് ചെയ്തപ്പോൾ ഇത്രയായി. അപ്പോൾ ഇപ്പോഴത്തേക്കും നമ്മുടെ മുത്ത് തീർന്നു. ഇനി അത് വാങ്ങിക്കണം. അപ്പോൾ ഇത്രയും ഭാഗം കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും ഭാഗം കൂടെ ഉള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് മുത്ത് കുറച്ച് കഴിഞ്ഞേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും നമുക്കിവിടെ ശ്രുതീസ് വ്ലോഗ്സ് പിന്നെ യൂട്യൂബിൻ്റെ അത് രണ്ടും ചെയ്ത് വയ്ക്കാം. അപ്പോഴത്തേക്കും മുത്ത് വാങ്ങിച്ച് കഴിയുമ്പോൾ ഇനി അണ്ണൻ ഉച്ചയ്ക്ക് വന്നിട്ട് എനിക്ക് മുത്ത് മേടിക്കാൻ പോകാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടുത്തെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ശ്രുതീസ് വ്ലോഗ്സ് ഒന്നും ഇവിടെ ഞാൻ ആദ്യം വിചാരിച്ചത് ശ്രുതീസ് വ്ലോഗ്സ് ഇവിടെ ഒന്നും കല്ല് വയ്ക്കണം. പക്ഷേ ശ്രുതീസ് വ്ലോഗ്സ് എന്ന് എഴുതി കഴിയുമ്പോൾ ഈ വലിയ കല്ല്, ഇത് കുറച്ച് വലിയ കല്ലാണ്. അപ്പോൾ അത് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാനത് ചെയ്തിട്ട് ശ്രുതീസ് വ്ലോഗ്സ് പിന്നെ യൂട്യൂബിൻ്റെയും കൂടെ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇത്രയും ഭാഗം ഫില്ല് ചെയ്യാൻ ഇനിയിപ്പോൾ മുത്ത് വാങ്ങിച്ചേ പറ്റുള്ളൂ. 5-6 മുത്തും കൂടെ ഉള്ളൂ, തീർന്നു. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യാം. അപ്പം ഞാൻ ശ്രുതീസ് വ്ലോഗ്സ് എന്ന് എഴുതാനായിട്ട് ആദ്യം നൂലിൽ ഈ വെള്ളം മണിയുണ്ടല്ലോ, മാല പോലെ കൊരുത്തിട്ടിട്ട് അങ്ങനെ SR അങ്ങനെ സ്പെല്ലിങ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ലെറ്റേഴ്സ് അങ്ങനെ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ സൂചി നൂലും എടുത്തു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചി ഏറ്റവും ചെറിയതിൻ്റെ ഓരോ ടൈപ്പ് സൂചിയുണ്ട്. പക്ഷേ ഏറ്റവും ചെറുതാണ് ഞാൻ എടുത്തത്. പക്ഷേ അതിനകത്തോട്ട് ചില മണികളൊന്നും കയറില്ല. അതുകൊണ്ട് ഞാൻ അത് പ്ലാൻ മാറ്റി കേട്ടോ. പിന്നെ അണ്ണൻ്റെ ചൂണ്ടയുടെ പൊങ്ങ് കിട്ടുന്നൊരു ചെറിയ സാധനമുണ്ട്, ഒരു കമ്പി പോലത്തെ. അങ്ങനെ അത് വെച്ചിട്ട് നൂലിൽ കൊരുത്തിട്ട് അതിനകത്തൂടെ പെട്ടെന്ന് ഈ കുഞ്ഞു മണിയാട്ടോ അതും കയറിപ്പോവും. അങ്ങനെ അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ കുറേ നേരം ഇരുന്ന് കൊരുക്കും കേട്ടോ. ഇത് അതിനകത്തോട്ട് കുഞ്ഞു മണിയല്ലേ, കുറേ നേരം കൊരുത്തിട്ടതായി ഒരു അത്യാവശ്യം മല പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ആദ്യമേ എല്ലാം വിചാരിക്കും സിമ്പിളാണെന്ന് കരുതിയാണ് ഞാൻ തുടങ്ങുന്നത് കേട്ടോ. പക്ഷേ ഇത്തിരി പാടാണ് കേട്ടോ ഇതെല്ലാം ചെയ്യാൻ. പിന്നെ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ നൂലിൽ നിന്ന് ഇത് വിട്ടു പോകും. മുത്ത് നമ്മളിങ്ങനെ SR എല്ലാ സ്പെല്ലിങ്ങും എല്ലാ ലെറ്റേഴ്സും എഴുതുമ്പം കട്ട് ചെയ്ത് ഞാനിങ്ങനെ ലെറ്റേഴ്സ് എഴുതിയിട്ട് ബാക്കി ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പം ഇതെന്ത് ചെയ്യും, ചിലപ്പോൾ വിട്ടു പോവും. അങ്ങനെയൊക്കെ കുറേ ഫോൾട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ശ്രുതീസ് വ്ലോഗ്സ് എന്ന് എഴുതിയത് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അത് ആ മാല കൊരുത്തത് വെച്ചിട്ട് സിൽവർ മുത്ത് വെച്ചിട്ട് അത് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് ശ്രുതീസ് വ്ലോഗ്സ്. പിന്നെ നമ്മളത് യൂട്യൂബിൻ്റെ ആ ഒരു ഷേപ്പും ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഈ സെയിം മണിയുണ്ട്. ഇത് രണ്ടും വൈറ്റ് സിൽവർ മണിയുണ്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നലെ ഒരു തിളക്കമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത് രണ്ടും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് യൂട്യൂബ് എന്നാണ് ചെയ്യേണ്ടത്. യൂട്യൂബ് എന്ന് എഴുതി അങ്ങനെ അതും ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ എല്ലാം സെയിം പ്രൊസീജിയർ തന്നെ, അതേ ശ്രുതീസ് വ്ലോഗ്സ് ചെയ്ത പോലെ തന്നെയാണ് യൂട്യൂബും ചെയ്തേക്കുന്നത്. യൂട്യൂബും അതുപോലെ സ്പെല്ലിങ് ലെറ്റേഴ്സ് അങ്ങനെ മാല കൊടുത്തിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അങ്ങനെ അത് ഫുൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സൈഡിൽ ഞാൻ മുത്ത് പറക്കി വെച്ചേക്കാണ് കേട്ടോ. അവിടെയും കൂടെ ഒട്ടിക്കാനുണ്ട് കേട്ടോ. സൈഡിലെ മുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പറക്കി വെച്ചതാണ്, അത് തികയുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ തികയും. അപ്പോൾ ഇനി അത് ആ സൈഡിലേയും കൂടെ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ബോർഡറും കൂടെ കൊടുത്താൽ എല്ലാം കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പം നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൻ്റെ അവസാന ഘട്ടത്തിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഇനി ആ സൈഡിലെ മുത്തും കൂടെ സൈഡിലൊന്ന് ഫുള്ള് കംപ്ലീറ്റ് അങ്ങ് ഒട്ടിച്ചാൽ മതി കേട്ടോ. അതുകൂടെ കഴിയുമ്പോൾ പരിപാടി തീരും, നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ റെഡിയാവും. അപ്പം നമ്മുടെ മുത്തൊട്ടിക്കൽ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ബോർഡർ കൊടുക്കണം. ഇതാണ് ഞാൻ ബോർഡർ കൊടുക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. ഇതെല്ലാം നമ്മൾ തുണിയിൽ തയ്ക്കുന്ന സാധനം കേട്ടോ. അപ്പോൾ അതും കൂടെ ബോർഡർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് ഭംഗിയായിട്ട് നിൽക്കുമല്ലോ, ബോർഡറും കൂടെ കൊടുക്കും, ഇല്ലെങ്കിൽ ഒരു വൃത്തികേടല്ലേ. അങ്ങനെ ഞാൻ ഇത് ഒന്നൊട്ടിക്കട്ടെ കേട്ടോ. അങ്ങനെ ഗൈസ് ബോർഡർ കൊടുത്തു കഴിഞ്ഞപ്പം ഞാൻ തന്നെ അങ്ങ് അതിശയിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത് കണ്ടപ്പം. അങ്ങനെ നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ ഫുൾ റെഡി ആയിട്ടുണ്ട്. ബോർഡർ ഞാൻ വെച്ചതേ ഉള്ളൂ അങ്ങോട്ട് ഫുൾ. 4 സൈഡും ബോർഡറൊക്കെ വെച്ച് ഫുൾ സെറ്റായി. ഗോൾഡർ എനിക്ക് തന്നെ ശരിക്കും ഞാൻ ഉണ്ടാക്കിയതാണെങ്കിൽ എനിക്ക് തന്നെ ഭയങ്കര അതിശയം തോന്നി. അങ്ങനെ ഒരു പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്.
ഗൈസ് കഴിഞ്ഞ ശനിയാഴ്ച തുടങ്ങിയൊരു വർക്കാണ്. ഇതിപ്പോൾ ഒരാഴ്ചയായി. ഇന്ന് ശനിയാണ്. അപ്പോൾ ശനിയോട് ശനി ഞാൻ തീർത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. മുട്ടൊക്കെ വെച്ച് ഇവിടെ ദീസ് വ്ളോഗ്സ് ഇവിടെ യൂട്യൂബിൻ്റെ വേറെ സംഭവം ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ ഉണ്ടാക്കിയതാണ്. എനിക്ക് തന്നെ അതിശയം തോന്നി കണ്ടിട്ട്. ഈ ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഗോൾഡൻ പ്ലേ ബട്ടൺ എന്തെങ്കിലും ഒരു ദിവസം കിട്ടുമായിരിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാക്കാം. ഞാൻ ആദ്യം എംബ്രോയ്ഡറി ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഗോൾഡ് മുത്തിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ കുറച്ചും കൂടെ നല്ല ഗ്ലോ ഒക്കെ കിട്ടും, നല്ല ഭംഗിയായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഗോൾഡൻ പ്ലേ ബട്ടൺ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഗൈസ് ഞാൻ ഉണ്ടാക്കിയ പ്ലേ ബട്ടൺ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ.